സംസാരം ഇനി മൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കാനഡയെ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാക്കണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കാനഡ അമേരിക്കയിൽ നിന്നും അകലം പാലിച്ചു വരികയായിരുന്നു. ട്രംപിന്റെ ഈ ആവശ്യത്തിനെതിരെ പ്രധാനമന്ത്രി തോമസ് കാർണിയുടെ നേതൃത്വത്തിൽ കാനഡ അതിരൂക്ഷമായി പ്രതികരിച്ചു. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം നേരിടാനായി തോമസ് കാർണി ചൈന അടക്കം നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും 20ഓളം വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ബുധനാഴ്ച വാഷിംഗ്ടൺ സന്ദർശിച്ച പ്രധാനമന്ത്രി തോമസ് കാർണി തൻ്റെ വാക്കുകൾ മയപ്പെടുത്തി. ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര ചുങ്കം ആഗോളതലത്തിൽ തന്നെ വ്യാപാര മേഖലയെ തകർത്തതായി കാർണി തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ലോക വ്യാപാര മേഖലയിൽ ചൈനയുടെ ആധിപത്യം നേരിടാൻ അമേരിക്കയ്ക്കു മാത്രമേ കഴിയൂ. അതിനാൽ വ്യാപാര പുരോഗതിക്ക് സഹായകരമായ രീതിയിൽ കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ അമേരിക്ക മെച്ചപ്പെടുത്തണം എന്ന് കാർണി ആവശ്യപ്പെട്ടു. ഇന്ത്യ സന്ദർശിക്കാനെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലെത്തിയില്ലെങ്കിലും അധികം താമസിയാതെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തർക്കം തുടരുകയാണ്. ഈ യുറേനിയം ഉപയോഗിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനു കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭയം. ആയതിനാൽ ഈ യുറേനിയം അമേരിക്ക ഏറ്റെടുക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇത് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികൾക്ക് പരിശോധനയ്ക്ക് അനുമോദനം നൽകാമെന്ന നിലപാട് ഇറാൻ ആവർത്തിച്ചു. ചർച്ചകളുടെ ഫലം വരുന്നതുവരെ വെടിനിർത്താൻ ഇരുകൂട്ടരും സമ്മതിച്ചു എന്നത് വലിയ ആശ്വാസമാണ്. ക്യൂബയുടെ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയെ പ്രതിയാക്കി അമേരിക്ക കേസെടുത്തു. 30 വർഷം മുമ്പ് ക്യൂബയിൽ വെച്ച് സൈനികർ വെടിവെച്ചിട്ട 2 വിമാനങ്ങളുണ്ടായിരുന്ന 4 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെ പേരിലാണ് കേസ്. ഇപ്പോൾ 94 വയസ്സുള്ള റൗൾ കാസ്ട്രോ അന്ന് ക്യൂബയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം ക്യൂബ അമേരിക്കയുടെ സുരക്ഷയ്ക്കു ഭീഷണിയാണ് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പ്രഖ്യാപിച്ചു. അമേരിക്ക ക്യൂബ തർക്കങ്ങൾക്ക് അരനൂറ്റാണ്ടിലേറെ കാലം പഴക്കമുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പിഴുതെറിയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ക്യൂബയുടെ സാമ്പത്തിക തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ സാമ്പത്തിക ഉപരോധമാണ്. ക്യൂബയെ പോലെയുള്ള ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം ലോകമഹാശക്തിയായ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന വാദവും 3 പതിറ്റാണ്ടിനു മുമ്പുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ കേസെടുത്തതും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങളായിട്ടാണ് ലോകം കാണുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
വെടിനിർത്തൽ നീട്ടിവെക്കുമെന്നും ചർച്ചകൾ തുടരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ചൊവ്വാഴ്ച വെളുപ്പിന് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തകൾ വരുന്നത്. തങ്ങളുടെ സൈന്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ആക്രമണം നടത്തിയതായി അമേരിക്കയുടെ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. മിസൈലുകൾ വിക്ഷേപിക്കുന്ന താവളങ്ങളും ഹോർമോസ് കടലിടുക്കിൽ മൈനുകൾ വിതറുന്ന ചെറിയ ബോട്ടുകളും ആക്രമിച്ചതായി അമേരിക്ക വ്യക്തമാക്കി. ആക്രമണം നടത്തിയതായി പരാതിപ്പെട്ടു എങ്കിലും ഇറാനിൻ്റെ പ്രതികരണങ്ങൾ അറിവായിട്ടില്ല. ഒരേ സമയം നയതന്ത്രവും ആക്രമണവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ട്രംപിൻ്റെ നയങ്ങൾ. വെടിനിർത്തൽ തുടരുന്നു എന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷ്യം. ഇപ്പോഴത്തെ ആക്രമണങ്ങൾ സമാധാന ചർച്ചയെ ബാധിക്കുമോ എന്നറിയില്ല. യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഏപ്രിൽ 16 ഇസ്രായേൽ ലെബനോൺ 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അത് 45 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. ഇപ്പോൾ രണ്ടു കൂട്ടരും വെടിനിർത്തൽ ലംഘിച്ചു. ദക്ഷിണ ലെബനോണെ ആക്രമിച്ചതായി ഇസ്രായേലും തിരിച്ചടിച്ചതായി ലെബനോണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കിടയിൽ ലെബനോണെ കൈവിടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ പിന്തുണയോടെ ലെബനോൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ തങ്ങൾക്കെതിരെയുള്ള ഒരു ഭീകര സംഘടനയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം തുടരണം എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. മധ്യ ഏഷ്യയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണ് ഇറാൻ. ഇറാൻ അമേരിക്ക ചർച്ചകൾ ലക്ഷ്യത്തോടടുക്കുന്നു എന്ന വാർത്ത വന്നതിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്ക ഇറാനെയും ഇസ്രായേൽ ലെബനോണെയും ആക്രമിച്ചത്. ഈ ആക്രമണങ്ങൾ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വാക്കുകളും പ്രവൃത്തികളും പെട്ടെന്ന് മാറ്റുന്ന ഒരു ഭരണാധികാരിയാണ് താനെന്ന് ട്രംപ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് ഞായറാഴ്ച പ്രതികരിച്ച ട്രംപ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാനെ ആക്രമിച്ചു. ഗൾഫിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാനും ആക്രമിച്ചു. നിർത്തിവച്ചിരുന്ന യുദ്ധം വീണ്ടും തുടങ്ങിയതുപോലെയായി. അടുത്ത നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ ട്രംപ് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം വിളിച്ചു. ഈ യോഗത്തിന് ശേഷം ഹോർമോസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ കടലിടുക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് ഒമാനും ഇറാനും. ഈ രാജ്യങ്ങൾക്ക് കടലിടുക്കിനുമേലുള്ള പ്രത്യേക അവകാശം പണ്ടേ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇറാനുമായി യുദ്ധത്തിലാണെങ്കിലും ഒമാൻ ദീർഘകാലമായി അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഈ പ്രഖ്യാപനം അംഗീകരിക്കാൻ ഇറാനു മാത്രമല്ല ഒമാനും കഴിയില്ല. ചർച്ചകൾ തുടരുമ്പോൾ ഇത്തരം നടപടികൾ ഒഴിവാക്കേണ്ടതായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലും കുടിവെള്ളം സൗജന്യമാണ്. ചിലരൊക്കെ ഇളം ചൂടുവെള്ളമാണ് നൽകുന്നത്. ജീരകവെള്ളമാണ് പണ്ടൊക്കെ ലഭിച്ചിരുന്നത്. കുപ്പിവെള്ളം വാങ്ങിയാൽ പണം കൊടുക്കേണ്ടി വരും. സൗജന്യമായി കുടിവെള്ളം നൽകുക എന്നത് ഹോട്ടലുകളുടെ കടമയായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. എന്നാൽ ഈ ആഴ്ചയിൽ ഇറ്റലിയിലെ ഒരു കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ഇങ്ങനെ ഒരു കടമ ഹോട്ടലുകൾക്കില്ല എന്നാണ് വിധിച്ചത്. ഇറ്റലിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു വിനോദസഞ്ചാരിക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിച്ചില്ല. പണം കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കേണ്ടി വന്നു. ഇതേ തുടർന്നാണ് കേസുണ്ടായത്. ജലം പ്രകൃതിയുടെ ദാനമാണെന്നും ഇത് ലഭിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ട് എന്ന വാദവുമായിട്ടാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്.
സൗജന്യമായി കുടിവെള്ളം നൽകാതിരുന്നത് വഴി ഹോട്ടൽ ഉടമ ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നും ഇതിനെ ഒരവകാശമായി ഇറ്റലിയിലെ ഒരു നിയമത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി വിധിച്ചു. സംസ്ഥാനത്തുടനീളം പശുക്കളെ കശാപ്പ് ചെയ്യുന്നത് നിരോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവായി ക്ഷീര കർഷകർക്കും ഗ്രാമീണ സമ്പദ്ഘടനയ്ക്കും സംരക്ഷണം നൽകാനായി ഗോവധം നിരോധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ 1976 ഇറക്കിയ ഉത്തരവ് നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും കോടതി നിർദ്ദേശം നൽകി. വിധി നടപ്പിലായോ എന്ന് ഈ മാസം 29 പരിശോധിക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ബക്രീദിനോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പശുക്കളെ കശാപ്പ് ചെയ്യുന്നത് തടയണം എന്നു മാത്രമായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. സമാനമായ ഒരു പൊതുതാൽപര്യ ഹർജി അടിയന്തര പ്രാധാന്യം ഇല്ലെന്നു പറഞ്ഞ് സുപ്രീം കോടതി മാറ്റിവെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഹൈക്കോടതി തമിഴ്നാട്ടിലാകെ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചത്. ഗോവധം നിരോധിക്കണമെന്നത് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഒരു ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ക്വാഡ് എന്ന സംഘടനയിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഡൽഹിയിൽ സമാപിച്ചു. ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സംഘടനയാണ് ക്വാഡ്. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനങ്ങളും സംയുക്ത നാവികസേന അഭ്യാസങ്ങളും ആണ് ഈ സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമാപിച്ചതുപോലെയുള്ള വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് സമകാലീന സുരക്ഷാ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ചൈന കടലിൽ നടക്കുന്ന നാവികസേനയുടെ അഭ്യാസങ്ങൾ ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള സംയുക്ത പ്രസ്താവന. ദക്ഷിണ ചൈന കടൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന മറ്റു രാജ്യങ്ങളെ അനുവദിക്കാറില്ല. ഇതിനെതിരെയാണ് ക്വാഡിൻ്റെ സമീപനം. സംയുക്ത പ്രസ്താവനയിൽ ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും തങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് ചൈന ഈ പ്രസ്താവനയെ കാണുന്നത്. ഈ ആഴ്ചയിൽ അമേരിക്കൻ സൈന്യം സ്വീകരിച്ച നടപടികളും അതിനെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളും ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. അമേരിക്ക ഇറാൻ യുദ്ധം തുടരുമെന്ന് പോലും ഭയപ്പെട്ടിരുന്നു. ഇരുകൂട്ടരും യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് താത്കാലിക ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വെടിനിർത്തൽ 2 മാസത്തേക്ക് നീട്ടാനും ചർച്ചകൾ തുടരാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം, ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇറാനുള്ള നഷ്ടപരിഹാരം തുടങ്ങിയവയിൽ ഇപ്പോഴും അന്തിമ തീരുമാനം ആയിട്ടില്ല. നിർദ്ദിഷ്ട കരാറിൽ താൻ പൂർണ്ണമായും സംതൃപ്തനല്ല എന്നാണ് ട്രംപിൻ്റെ ആദ്യ പ്രതികരണം. നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി വേണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇതിൽ ഒപ്പുവെക്കുന്നതോടെ കരാർ നിലവിൽ വരും. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി നടത്തിയ ചർച്ചകൾ വിജയിക്കുന്നതിനെ വലിയ ഒരു നേട്ടമായി തന്നെ കാണണം. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.